ഈ വർഷത്തെ സമാധാന നൊബേൽ പുരസ്കാരം വെനിസ്വേലിയൻ മനുഷ്യാവകാശ പ്രവർത്തക മരിയ കൊരീന മച്ചാഡോയ്ക്ക്. വെനിസ്വേലയിൽ നടത്തിയ ജനാധിപത്യ പോരാട്ടം പരിഗണിച്ചാണ് പുരസ്കാരമെന്ന് നൊബേൽ കമ്മിറ്റി അറിയിച്ചു. വെനിസ്വേലയിലെ പ്രതിപക്ഷ നേതാവാണ് മരിയ കൊരീന മച്ചാഡോ. 7 യുദ്ധങ്ങൾ അവസാനിപ്പിച്ച താനാണ് പുരസ്കാരത്തിന് അർഹനെന്ന ട്രംപിന്റെ അവകാശവാദം നൊബേൽ കമ്മിറ്റി പരിഗണിച്ചില്ല. ബി കെ സുഹൈലുണ്ട് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും വിവരങ്ങൾ നൽകാനായി. ബി കെ, മരിയ കൊരീന മച്ചാഡോ നമുക്കറിയാം വലതുപക്ഷ ചിന്താഗതിയുള്ള ഒരു നേതാവാണ്. പ്രത്യേകിച്ച് അവരുടെ പോരാട്ട വീര്യങ്ങളുടെ ചൂരും ആവേശവും നമ്മൾ കണ്ടതുമാണ്. ഒട്ടനവധി മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾക്ക് അവർ നേതൃത്വം നൽകിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെയാണോ അവരെ നൊബേലിലേക്ക് പരിഗണിച്ചത്? മറ്റ് വിശദാംശങ്ങൾ. മരിയ കൊരീന മച്ചാഡോ വെനസ്വേലയിലെ പ്രതിപക്ഷ നേതാവാണ്. 2014 മുതൽ അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെയുള്ള നിക്കോളാസ് മദുറോയുടെ ഭരണകൂടത്തിനെതിരായ പ്രവർത്തനങ്ങൾ. ആ പ്രവർത്തനങ്ങളിൽ പ്രതിപക്ഷത്തെ ഒന്നിപ്പിച്ചു, ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ സാധിച്ചു എന്നുള്ളതാണ് മച്ചാഡോയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. പക്ഷെ ഇത്തവണത്തെ നൊബേൽ സമ്മാനത്തിന്റെ ഒരു പ്രത്യേകത ലോകം മുഴുവൻ ഉറ്റുനോക്കുകയായിരുന്നു. ഡൊണാൾഡ് ട്രംപിന് ഈ ഒരു നൊബേൽ സമ്മാനം ലഭിക്കാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളത്. സാധ്യത വളരെ കുറവാണ് എന്ന് എല്ലാ നിരീക്ഷകരും പറഞ്ഞിരുന്നുവെങ്കിലും, അല്ലെങ്കിൽ നൊബേൽ സമ്മാനത്തെ കുറിച്ച് അറിയാവുന്ന എല്ലാവർക്കും അത്തരം ഒരു ധാരണ ഉണ്ടായിരുന്നുവെങ്കിലും വലിയ ഒരു ഹൈപ്പ് ഉണ്ടാക്കാൻ ഡൊണാൾഡ് ട്രംപ് തയ്യാറായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഗസ യുദ്ധം അവസാനിപ്പിക്കുന്നത് അതിന് തൊട്ട് തലേ ദിവസം വരെ ആക്കി. ഇനി പല ആളുകളും, അതായത് ഗസയിൽ ഹമാസിന്റെ കൈപ്പിടിയിലുള്ള ബന്ദികളുടെ ബന്ധുക്കൾ വരെ നേരിട്ട് ഡൊണാൾഡ് ട്രംപിന് അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയും അവർക്ക് സമാധാന നൊബേൽ ലഭിക്കണം എന്ന് പറയുകയൊക്കെ ചെയ്ത സാഹചര്യത്തിലായിരുന്നു ഈ ഒരു വലിയ ഹൈപ്പ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഏതായിരുന്നാലും ട്രംപിന്റെ എല്ലാ ശ്രമങ്ങളും അസ്തമിച്ചിരിക്കുന്നു. ട്രംപിന് സമാധാന നൊബേൽ ഇല്ല എന്ന് കൃത്യമായി തന്നെ മനസ്സിലായിരിക്കുന്നു. നോർവീജിയൻ നൊബേൽ കമ്മിറ്റി മരിയ കൊരീന മച്ചാഡോയെ കുറിച്ച് പറയുന്നത് അവർ നിസ്സഹായരായ ആളുകൾക്ക് വേണ്ടി പോരാടി എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം, ലോകത്തിന്റെ ഏറ്റവും ദുരിതം അനുഭവിക്കുന്ന ജനാധിപത്യ